ഹായ് 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 ഹായ്. ചിക്കൻ സമോസ. എനിക്ക് ചിക്കൻ സമോസ വേണ്ട, എനിക്ക് ഉള്ളി വേണം. തിരിക്കുന്നത് ഉള്ളി കഴിച്ചു നോക്ക്, എന്നിട്ട് പറ എൻ്റെ ടേസ്റ്റ്. സൗണ്ടെന്ന് പറയുമോ? നമ്മൾ ഒരു 2-3 കസ്റ്റമേഴ്സിനെ കാണണം. അങ്ങനെ ഒരു യാത്ര പോവുകയാണ്, കുഞ്ഞു യാത്ര. കസ്റ്റമേഴ്സിനെ കാണണം. ഒരു 3 കസ്റ്റമർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ കാണണം. പിന്നെന്താണ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഒരു യാത്ര. ഒരു ചായ കുടിക്കണം. ഉഴുന്നുവടയാ അത് മോശം. പിന്നെന്താ? മഴയാണ്, മഴയാത്രയാണ്. ഇപ്പൊ പക്ഷെ പെയ്യുന്നില്ല, പക്ഷെ മഴക്കോളുണ്ട്. ആരോ പറഞ്ഞിരുന്നു എൻ്റെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണോ യാത്ര ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട്, രണ്ടിനും കൂടെ എടുക്കുന്നുമുണ്ട്. നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അത് വേറൊരു രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സ്ഥിരം യാത്രാ വഴികളിൽ കൂടി തന്നെ നമ്മളിങ്ങനെ പോവുകയാണ്. പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് വർക്കലയാണ്, എൻ്റെ നാട് എന്നൊക്കെ ഞാൻ അഭിമാന പുരസ്സരം പറയുന്ന വർക്കല. എവിടെ പോയാലും വർക്കലക്കാരാ എന്ന് പറയുന്ന വർക്കല. പക്ഷെ വർക്കല എന്ന് പറയുമ്പം നമ്മൾക്ക് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വർക്കലയുടെ യഥാർത്ഥ വർക്കലയാണ് പോകുന്നത്. നമ്മൾ വർക്കലയിൽ തെക്കാട് മുത്താന ആണ് നമ്മൾ ഇതെങ്കിലും നമ്മൾ പോകുന്നത് യഥാർത്ഥ വർക്കല എന്ന് വെച്ചാൽ നമ്മുടെ ക്ലിഫിൻ്റെ ഒക്കെ അടുത്ത് മൈതാനം വരെയൊക്കെ പോകും. ഇങ്ങനെയാണ് പോകുന്നത് അങ്ങനെ. ഈ കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ടേ നമ്മൾ പാട്ട് വെച്ചിട്ട് സൗണ്ട് കുറയ്ക്കും. കോപ്പിറൈറ്റ് വന്നാലോ നമുക്കെടുക്കുന്ന ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഒരുപാട് പേര് സപ്പോർട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് സന്തോഷം. തിരുവനന്തപുരം ജില്ല ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ വരും കേട്ടോ. ഭയങ്കര സന്തോഷം. നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ വീട്ടുകാർ അങ്ങനെയുള്ളവരല്ല കേട്ടോ, അല്ലാത്ത നമ്മളറിയാത്ത മനുഷ്യർ ഒറ്റവരൊക്കെ വീട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാരല്ല, എൻ്റെ വീട്ടുകാർ കാണുന്നുണ്ട് അവരല്ല. പിന്നെ എൻ്റെ നാട്ടുകാരൊക്കെ 1-2 പേരൊക്കെ കാണുന്നുള്ളൂ, കമൻ്റൊക്കെ ഇടുന്നുള്ളൂ. ആരൊക്കെ കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. നമ്മളെ അങ്ങനെയുള്ളവരൊക്കെ. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, മിണ്ടാതിരിക്കും, കമൻ്റൊന്നും ഇടൂല. അല്ലെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇട്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഉറ്റവരെയാണ് പറയുന്നത്. ഉറ്റവരെന്ന് പറഞ്ഞാൽ രക്തബന്ധുക്കൾ, പിന്നെ അങ്ങനെയുള്ളവരൊക്കെ. പക്ഷേ ഇതൊന്നും അല്ലാത്ത കുറേ മനുഷ്യരുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമാണ്. അവർക്കത് ചെയ്യാൻ തോന്നുന്നല്ലോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മലയാമടം വഴി നമ്മൾ പിന്നെ നേരെ പോങ്ങനാട് നമ്മൾ സ്ഥിരം പോണ വഴി നമ്മളങ്ങ് പോവുകയാണ്. അപ്പോൾ ആ വഴിയൊന്നും കാണിക്കാത്ത അതുകൊണ്ടാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോയിട്ട് സ്ഥലമൊക്കെ കാണിക്കുക. നമ്മൾ സ്ഥിരം വന്ന് കയറുന്ന സ്ഥലത്ത് വന്ന് കയറിയതാണ്. അപ്പോൾ ബാക്കി പിന്നെ കാണാവേ. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം കല്ലമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കല്ലമ്പലം എന്നാണ് എനിക്ക് പറയാൻ ഇഷ്ടം. എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ കല്ലമ്പലം രാജകുമാരി നമ്മളൊക്കെ സ്ഥിരം അന്നുകൊണ്ട് നമ്മൾ സാധനം വാങ്ങിക്കാൻ വരുന്ന കട കല്ലമ്പലം അല്ലെങ്കിൽ പാരിപ്പള്ളി വന്നിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങണേ. നമ്മുടെ ഭാഗത്തോട്ട് തിരിയുന്നു, നമ്മൾ നമ്മുടെ ഭാഗത്തോട്ട് തിരിഞ്ഞു പോകുന്നു. ഇതാണ് നമ്മളുടെ ഭാഗം, ഇതാണ് നമ്മളുടെ സ്വന്തം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മളെ സ്ഥലം. നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വീടാണ്. ഇവിടെയല്ല, ഞാൻ നെക്കാട് കഴിഞ്ഞിട്ടാണ് മുത്താന. കല്ലമ്പലമാണ് അത് കേട്ടോ. അപ്പോൾ നമ്മൾ വടശ്ശേരി കോണം കഴിഞ്ഞ് നമ്മൾ വർക്കലയിലോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളങ്ങനെ വടശ്ശേരി കോണമാണ്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കിളിമാനൂർ നമ്മളെ സ്ഥലമല്ലേ എന്ന് ചോദിക്കും. കിളിമാനൂർ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമില്ലെന്നേ എനിക്ക് പറയാൻ പറ്റും.
കാരണം നല്ല സപ്പോർട്ടാണ് കിളിമാനൂര് അല്ലേ? അതെ അതെ അതെ. അതൊക്കെ എന്തോ ആലോചനയാണ്. പാട്ടൊന്നും സൗണ്ട് പറയോ, കോപ്പി റൈറ്റ് എങ്ങാനും കിട്ടിയാൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് പറയുന്നത് ഇടാക്കില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഉച്ച സമയത്തെ യാത്രയാണ് കേട്ടോ. ചോറൊക്കെ കഴിച്ച് എൻ്റെ ചുറ്റുപത്രമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് കസ്റ്റമറിനെ കാണാൻ. കസ്റ്റമർ എന്ന് പറയുമ്പോഴേ ഒരു UK പിന്നെ എന്തോ വേറെ എവിടെ പോണത്, UK പോണ ഒരാളുണ്ട്. രണ്ടുപേരും പുറത്ത് പോണവരാണ്. ഒരാളെനിക്ക് പേര് മറന്നുപോയി പറയാൻ. ഒരു ഫെബിൻ്റെ ഫ്രണ്ടിന്, ഈ നദീർ എന്ന് പറയുന്ന ആളിൻ്റെ ഈ ഫ്രണ്ട് ഫെബിനാണ് ഓർഡർ പറഞ്ഞ പുള്ളിക്കാരൻ നിൽക്കുന്ന സ്ഥലം ഞാൻ മറന്നുപോയി. കുക്ക് ഫ്രണ്ടാണ്, പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കണം. പിന്നെ രജി എന്ന് പറഞ്ഞാണ് സംസാരിച്ചത് തന്നെ. പുള്ളിക്കാരൻ നിന്ന സ്ഥലം ഞാൻ മറന്നുപോയി. അങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മളെ ഇടിയിറച്ചികളും ചമ്മന്തിപ്പൊടികളും ഒക്കെ ഇങ്ങനെ നിരന്തരം വാങ്ങിച്ചുകൊണ്ട് പോകണം. നിരന്തരം വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ നിരന്തരമാണ് വാങ്ങിച്ചുകൊണ്ട് പോകണം. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റുമല്ലേ. 6 മാസമൊക്കെ ഇരിക്കും, കുഴപ്പമില്ല, ഇരുന്നോളും. ഇതൊരു കച്ചവട തന്ത്രമൊന്നും അല്ല കേട്ടോ, അങ്ങനെയാണത്. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ പറയും. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർക്ക് നമ്മൾ അയച്ചു കൊടുത്ത് പിന്നെ അത് പറ്റത്തില്ല. അയച്ചു കൊടുത്തിട്ട് അവർക്ക് ബുദ്ധിമുട്ട്. ചേച്ചി കൊണ്ടുവന്നോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇങ്ങ് കൊണ്ടുവന്നോ ചേച്ചി എന്നൊക്കെയാണ് പറയുന്നത്. കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പോൾ പലച്ചിറ എന്ന് പറയുന്നത് നമ്മുടെ മുത്താനയിൽ നിന്ന് നോക്കുമ്പം പാലച്ചിറ നമുക്കടുത്ത്, വർക്കലത്തെ ഓരോരോ സ്ഥലങ്ങളുമാണ്. അപ്പോൾ നമ്മൾ പാലച്ചിറ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് വർക്കല, പിന്നെ ഇടവ അതെയാണത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. വർക്കല നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ്, നമ്മളെ ക്ലിഫിലൊക്കെ വന്നിട്ടുണ്ടോ? ക്ലിഫിലുള്ള ആളിനാണ് ഇന്ന് കൊടുക്കാനുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ളത്. നമ്മൾ ക്ലിഫിലൊന്നും പോകില്ല കേട്ടോ. നമ്മൾ ആള് മൈതാനത്ത് വരാമെന്ന് പറഞ്ഞു. മൈതാനത്ത് ഒന്ന് മാറ്റളാന്ന് പറഞ്ഞു. നമ്മൾ ക്ലിഫിൽ പോകണില്ല. ക്ലിഫിലൊക്കെ വൈകിട്ടൊക്കെ പോയാലല്ലേ, ഉച്ച സമയത്ത് ക്ലിഫിക്കൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയങ്ങ് പോണത്. ഇങ്ങനെ പോവുകയും ചെയ്യാം, നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യാം. വർക്കലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. വർക്കല കാണുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷം. പാലച്ചിറയാണ്. ഓക്കെ, പാലച്ചിറയിൽ നിന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണ്ട. പാലച്ചിറ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷൈമയുടെ നാട്, അങ്ങനെ പറയാം. ഷൈമ വീഡിയോ കാണുന്നുണ്ടോ എന്തോ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ഇനി വർക്കല എത്തിയിട്ട് കാണാം. മൈതാനത്ത് കൈരളി ജ്വല്ലേഴ്സിൻ്റെ അടുത്ത് ഇവിടെയാണ് ഒരു കസ്റ്റമർ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ നമുക്ക് കൂടെ വെച്ച് കാണാം. ഇവിടെ നിന്നാണ് ഞാൻ മൊബൈൽ വാങ്ങി. മൊബൈൽ കെയറിൽ നിന്നാണ് ഞാൻ ഓപ്പോയുടെ മൊബൈൽ വാങ്ങിയത്. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ കമ്മൽ വാങ്ങിയത്. അവിടെ കാണുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൊബൈൽ വാങ്ങുന്നത്. എൻ്റെ അസീസ് ഫോൺ വാങ്ങിയത് ഇവിടെ കൈരളി ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ എൻ്റെ കമ്മൽ വാങ്ങിയത്. അതൊക്കെ ഒരു ഓർമ്മകളാണ്. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറിന് കൊടുത്തു. അമ്മയായിരുന്നു വാങ്ങിയത്. സന്തോഷമായി. പിന്നെ അമ്മയാണ് പോണത് UKയിലേക്ക്. അപ്പോൾ അമ്മയാണ് വാങ്ങിയത്. ഓക്കെ, അടുത്ത് നമ്മളെ നെക്സ്റ്റ് കസ്റ്റമേഴ്സിലേക്ക് പോവുകയാണ്. അത് നമുക്ക് ഇടവയാണ്. രണ്ടുപേരും ഇടവയിലോട്ടാണ് പോണത്. ഓക്കെ, റൈറ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ, വർക്കലക്കാരെന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷം. അങ്ങനെയാണല്ലേ, അങ്ങനെ ഒരു സന്തോഷം ഉണ്ടല്ലേ ഇല്ലേ? ഇവിടെയെല്ലാം പുതുക്കിയിട്ട് 6 നില കെട്ടിടത്തിലോട്ട് മാറാൻ പോവുകയാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷൻ 6 നില കെട്ടിടത്തിലേക്ക് മാറാൻ പോവുകയാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ആദ്യം ട്രെയിനിൽ കയറി പോയത് മലപ്പുറത്തേക്കാണ്. പരപ്പനങ്ങാടി പോയി ഇറങ്ങി. ഭയങ്കര സപ്പോർട്ടീവായ ആൾക്കാരായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ഡിസേബിൾ കോച്ചിലാണ് പോയെങ്കിലും അയ്യോ കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ചിലരൊക്കെ പറയേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സഹായിക്കൂല എന്നൊക്കെ. എനിക്ക് അങ്ങനെ എവിടെ പോയിട്ടുണ്ടെങ്കിലും
ചെയ്യണമെന്ന് പറഞ്ഞ് ഓടി വരുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കതുകൊണ്ട് അതൊരു അത്ഭുതമാണ്. സഹായി ഇതുവരെ ഇത്രയും പ്രായമായില്ലേ, 10-23 വയസ്സായില്ലേ? അല്ലേ, കേട്ടില്ലേ? 23 വയസ്സായി. 23 വയസ്സായി. അതെ. അപ്പൊ 23 വയസ്സായി എന്ന് പറയുന്നതിൽ കമന്റ് ഇടുന്ന എന്നോട് സ്നേഹമുള്ള മനുഷ്യരോടൊക്കെ ഒരുപാട് സ്നേഹം. ജവഹർ പാർക്ക് ശിവക്ഷേത്രമാണ്. നമ്മൾ ഇന്നാൾ വന്നതാ, ഇടവാ പോയതാ. ജവഹർ പാർക്ക് ഇതാണ് നമ്മുടെ ജവഹർ പാർക്ക്. വർക്കലയുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. നമ്മൾ പുന്നമൂട് ഇതൊക്കെയാണ് വർക്കല, സ്വന്തം വർക്കല പുന്നമൂടാണ്. ഇപ്പോൾ നമ്മൾ ഇടവ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇടവയിലെ കസ്റ്റമറിനെ വിളിക്കുകയാണ്. ഇടവയിലെ കസ്റ്റമറിനെ വിളിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇടവയിലെ വീണ്ടും ഒരു കസ്റ്റമറിനെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ദേ പോവുകയാണ്. എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ്. എനിക്ക് വെള്ളം കുടിക്കണം. നമ്മൾ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ യാത്ര പോവുകയാണ്. കേട്ടതും അറിഞ്ഞതുമായ നമ്മളുടെ സ്ഥലം വർക്കലയിലെ ഓരോ മേഖലകളിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത്, പാചക വീഡിയോയാണോ? വർക്കല നരിക്കൽ മുക്ക് കഴവല മർക്കല റോഡ്. അഞ്ചൽക്കാരനായ കാക്കച്ചിക്ക് വർക്കല അറിയില്ലത്രേ. അങ്ങനെ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നത്? ഏത് തരത്തിലുള്ള വീഡിയോ ഇടണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പറയൂ. ഈ വീഡിയോക്ക് നിങ്ങൾക്ക് എന്ത് തോന്നി? ഇഷ്ടമായോ? ഇന്ന് അരിക്കലൂർ കാണും. അരിക്കലൂർ പാലച്ചറയല്ലേ? ഷൈമായ കൊണ്ട് ഈ വീഡിയോ കാണിക്കുന്നത് ആണോ? ശരി, ഇന്ന് അരിക്കലൂർ. ഓക്കെ. ശരി. അപ്പോൾ ഇവിടെ ഉള്ളതിൽ നിന്നിട്ട് ഹായ്. ചിക്കൻ സമൂസ. എനിക്ക് ചിക്കൻ സമൂസ വേണ്ട, എനിക്ക് ഉള്ളിവട. ചിരിക്കുന്നു. ഉള്ളിവട കഴിച്ചു നോക്ക്, എന്നിട്ട് പറ അതിൻ്റെ ടേസ്റ്റ് പറ. പുശ്ശേരി മുക്കിലാണ് നമ്മൾ കയറി കട. അവിടെ 2 സുന്ദരികളും ഒരു സുന്ദരനും ഇരിപ്പുണ്ട്. വീഡിയോയിൽ കാണിക്കും. കുറച്ച് മധുരം മതി. കൊള്ളാവോ ഉഴുന്നുള്ളി വട? കഴിച്ചു നോക്കട്ടെ. ബാക്കിൽ ആളുണ്ടായിരുന്നതാ. ഉള്ളിവട, കേക്ക്, ചിക്കൻ സമൂസ, പരിപ്പ് വട, ഗുണ്ട്, മോദകം, വെട്ട് കേക്ക്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കണം. ഉള്ളിവട ആൾക്കാർ മതി. ചായ, കോഫി.
കോഫി, ബോളി, ഓക്കെ എല്ലാം വാങ്ങി. നല്ല കോഫി, തീരുന്നില്ല വലിയ ഉള്ളിവട. പുതുശ്ശേരി മുക്കിലല്ലേ? പുതുശ്ശേരി മുക്ക് ബസ് സ്റ്റോപ്പിനടുത്ത്. നമ്മളപ്പോൾ ഇതെല്ലാം വാങ്ങി. കാപ്പിയൊക്കെ നല്ലത്. അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ചു. ജ്യൂസൊന്നും അല്ല, കാപ്പി കോഫി കോഫി കുടിച്ചു, ഉള്ളിവട കഴിച്ചു, വാങ്ങി നമ്മൾ കഴിച്ചു. എന്തൊക്കെയോ കഴിച്ചു, ഇതൊന്നും അറിയില്ല. ഒരു ഗുണ്ടിന്റെ പകുതിയും ഒരു സമൂസ. അപ്പോൾ നല്ലതായിരുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിന്ന് കുടിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവും.